ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ വെക്കുന്നത് ഇങ്ങനെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഓയിലിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ കുറച്ച് സവാള എടുത്തിട്ട് നല്ല ചെറുതായി അരിഞ്ഞ് നല്ലോണം വറുത്തെടുക്കാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. നെയ്യല്ല, ഡാൽഡയാണേ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവുന്ന നേരം നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ അത് ബിസ്ത അങ്ങനെ എടുക്കുന്നതിന് നമ്മൾ ബിസ്ത എന്നാണ് പറയുക കേട്ടോ. ബിസ്ത ചെയ്യുക എന്നാണ് പറയുക ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ. അപ്പോൾ അത് ബിസ്തക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി നല്ല മുരിഞ്ഞ പരുവത്തിലാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കണം കേട്ടോ. ഏകദേശം ആയി വരുന്നുണ്ട്. നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ചോറ്. അപ്പോൾ നല്ലോണം മുരിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ടിപ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിസ്ത എല്ലാം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കുഴഞ്ഞ് വരും. അപ്പോൾ കുഴയാതിരിക്കാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ടെല്ലാം കൂടി മിക്സാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചോറിന് മുകളിൽ ഇങ്ങനെ വിതറുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും, നല്ല വടി പോലെ തന്നെ ഇരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പഞ്ചസാര ഇടുന്നത്. അതിനുശേഷം നമ്മുടെ ബിരിയാണി മസാലയിൽ നെയ്ച്ചോറിലിടാൻ വേണ്ടി ഹോൾ സ്പൈസസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് കുറച്ച് നെയ്യും കുറച്ച് ഡാൽഡയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ക്യാരറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മിക്സ് ആയതിന് ശേഷം ഞാൻ സോയാബീനും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം തിളക്കുന്നതിന് മുന്നേ സോയാബീൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് സോയാബീൻ ഇടില്ല, അതുപോലെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം സോയാബീൻ ഇട്ട് കുറച്ച് ഡാൽഡയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അളവ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിയാണ് വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ്. ശേഷം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് തിളക്കാൻ വേണ്ടി അനുവദിക്കാം, മൂടി വെക്കാം. ഞാൻ നല്ലോണം തിള വരുന്ന സമയത്ത് നല്ലോണം തിള വരുന്ന സമയത്ത് ഞാനിവിടെ അരി ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ അരി നമുക്ക് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ കൂടെ തന്നെ ഇളക്കുകയും ചെയ്യാം. എന്നിട്ട് എല്ലാം നല്ലോണം ഇളക്കിയ ശേഷം നല്ലോണം സെറ്റായി നമുക്കത് മൂടി വെക്കാം. ഞാൻ ഇവിടെ എസൻസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ സ്പൈസസിന് കൂടെ കുരുമുളകും എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പെരിഞ്ജീരകം ചേർക്കില്ല, നെയ്ച്ചോറിൽ നമ്മൾ പെരിഞ്ജീരകം ചേർക്കില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് അധികം ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അരി പെട്ടെന്ന് വേവുന്ന അരിയാണല്ലോ, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വലിഞ്ഞ് ചോറ് നല്ല സെറ്റായി വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരുവിധം നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ശേഷം നമുക്ക് ചോറ് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മൾ ബിസ്ത ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടി ഇട്ട് അരിയെല്ലാം നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നെയ്ച്ചോറാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയിട്ട് ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ ബൈ.